ഒരു വലിയ സങ്കട വാർത്ത നമ്മുടെ മുൻപിലുണ്ട്. പത്തനംതിട്ടയിൽ പൈനാമണിലെ ക്വാറി അപകടം അല്ലേ? അവിടെ ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ നിന്നൊക്കെ വടമൊക്കെ എത്തിച്ചിട്ടുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ബീഹാർ സ്വദേശി അജയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അത് ഈ കല്ലുകൾ ഇടിഞ്ഞു വീഴുന്ന തെരച്ചിലിന് വലിയ വെല്ലുവിളി ഓരോ ഘട്ടത്തിലും സൃഷ്ടിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നേരത്തെയൊക്കെ നല്ല മഴ പ്രദേശത്ത് പെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ തെരച്ചിലിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നേരം ഇരുട്ടിയെങ്കിൽ പോലും ഇപ്പോഴും തെരച്ചിൽ തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലൈറ്റുകളൊക്കെ അവിടെ ഘടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് അതിനനുസരിച്ച് ഇപ്പോൾ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. പുതിയ കൂടുതൽ എക്സ്കവേറ്ററുകളും ഹിറ്റാച്ചിയും ഒക്കെ എത്തിച്ചിട്ടാണ് ആ തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നതെന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇതുപോലെ തന്നെയാണ് നേരത്തെയൊക്കെ ഈ പാറകൾ ഇങ്ങനെ ഇടിഞ്ഞു വന്നുകൊണ്ടിരുന്നത് മുകളിൽ നിന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും തെരച്ചിൽ നടത്താൻ അത് വലിയ ബുദ്ധിമുട്ട് രക്ഷാപ്രവർത്തകർക്ക് ഉണ്ടാക്കിയിരുന്നു. എന്നാൽ രക്ഷാപ്രവർത്തനം വൈകുന്നു എന്ന പറഞ്ഞൊരു ആക്ഷേപം മറുഭാഗത്തു നിന്ന് ചിലർ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അവിടുത്തെ വസ്തുതകൾ അറിയാവുന്ന മനുഷ്യർ അതിനെ പിന്തുണച്ചില്ല എന്നതാണ് നമുക്ക് ആ ഘട്ടത്തിൽ കാണാൻ കഴിഞ്ഞത്. എത്രമാത്രം പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ പ്രകടവുമാണ്. വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിന്. അതിനെയൊക്കെ മറികടന്നുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് അവിടെ ഇപ്പോൾ പുരോഗമിക്കുന്നത്. അത് രാജ്കുമാർ കൂടി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. പൈനാമണിൽ നിന്നും രാജ്കുമാർ, ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ഈ രക്ഷാ നടപടികൾ മുന്നോട്ട് പോകുന്നത്? മനു, ഇതും കേരളത്തിലൊരു പുതിയ അനുഭവം തന്നെയാണ്. ഒരു പാറമടയിൽ മുമ്പും പലതരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഈ നേരത്തെ നിങ്ങളിപ്പോൾ രണ്ടുപേരും സൂചിപ്പിച്ചതുപോലെ ഏറ്റവും റിസ്ക് ഉള്ള ഒരു ദൗത്യത്തിലാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ ഭരണകൂടം ഏർപ്പെട്ടിട്ടുള്ളത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആലപ്പുഴയിൽ നിന്നെത്തിച്ച ലോങ് ബൂം എക്സ്കവേറ്റർ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ അത് നീക്കുകയാണ്. നേരത്തെ ഇന്ന് രാവിലെ ഇതിന് ആദ്യം ഒരു പരിശ്രമം നടന്നെങ്കിലും മുകളിലുള്ള പാറക്കല്ലുകളെല്ലാം ഇടിഞ്ഞ് വീഴാൻ തുടങ്ങി. അപ്പോൾ തന്നെ ഇതിൻ്റെ അപകടം നടക്കുകയും ചെയ്തു. 4 പേർ, അതായത് 2 പേര് ഫയർഫോഴ്സിൻ്റെ ടാസ്ക് ഫോഴ്സിൽപ്പെട്ട 2 അംഗങ്ങളും NDRFിൻ്റെ 2 അംഗങ്ങളും ചേർന്നായിരുന്നു ആദ്യം ഇറങ്ങിയത്. ഇതിൻ്റെ ഈ മൂടിക്കിടക്കുന്ന ഈ ഹിറ്റാച്ചിയുടെ മുകളിലുള്ള പാറക്കല്ലുകൾ അവർ നീക്കാൻ ശ്രമിച്ചപ്പോഴാണ് മുകളിൽ നിന്നുള്ള പാറകൾ ഇടിയാൻ തുടങ്ങിയത്. സ്വാഭാവികമായും ആ 4 പേരുടെ ജീവൻ വിലപ്പെട്ടതാണ്. ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ഇറങ്ങി അവസാനം ആ 4 പേർക്ക് എന്തെങ്കിലും സംഭവിക്കും, അല്ലെങ്കിൽ മുകളിൽ നിൽക്കുന്നവർക്ക് അപകടത്തിനുള്ളൊരു സാധ്യത കൂടി മനസ്സിലാക്കിയിട്ട് അവരെ അവിടുന്ന് പിൻവലിക്കുകയായിരുന്നു. പിന്നീടാണ് ഒരു പ്ലാൻ അനുസരിച്ച് ഇതിൽ റോപ്പ് കെട്ടി ഇതിനെ ഈ താഴേക്ക് വലിച്ചിടുക എന്നൊരു പ്ലാനിലേക്ക് ഇവരെത്തിയത്. പക്ഷേ അതേസമയം ഈ ബോഡി ഇപ്പോൾ ഈ ഹിറ്റാച്ചിയുടെ ഈ ലോങ് ബൂം എക്സ്കവേറ്റർ ആലപ്പുഴയിൽ നിന്നാണ് എത്തിച്ചത്. അത് ഇവിടെ എത്താനാണ് ഇത്രയും നേരം വൈകിയത്. ഇത് വളരെ പതിയെ മാത്രമേ ഈ വാഹനത്തിന് വരാൻ കഴിയുകയുണ്ടായിരുന്നുള്ളൂ. സ്വാഭാവികമായും അതിൻ്റെ ഒരു സമയം എടുത്തിട്ടുമുണ്ട്. ഇത് ഇപ്പോൾ എത്തിച്ച് ഇപ്പം നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അവർ പതിയെ ഇതിൻ്റെ പുറത്തുള്ള ആ പാറക്കല്ലുകൾ 50 ടണ്ണോളം ഭാരമുള്ള പാറക്കല്ലുകളാണ് ഈ ഹിറ്റാച്ചിയുടെ മുകളിലേക്ക് പതിച്ചതും ഇപ്പോൾ അത് തകർന്ന നിലയിലുമാണ്. സ്വാഭാവികമായും ഇതിനി പതിയെ ഇത് നീക്കം ചെയ്യണം. നീക്കം ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഇപ്പോഴും ജീവനുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനല്ലേ പറ്റൂ. അപ്പോൾ ബീഹാർ സ്വദേശിയായിട്ടുള്ള അജയുടെ ജീവൻ വളരെ വലുതാണ്. റെസ്ക്യൂ ഓപ്പറേഷനാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് രാത്രി വൈകിയാലും ഇതൊന്ന് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് പത്തനംതിട്ട ജില്ലാ ഭരണകൂടത്തിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം. കാലാവസ്ഥയൊക്കെ ഒരു ഘട്ടത്തിൽ വലിയ തോതിൽ പ്രതികൂലമാകുന്നത് കണ്ടതാണ്. ഇപ്പോൾ ഏകദേശം മഴയൊക്കെ മാറി ആ കാലാവസ്ഥ അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയോ? ഇപ്പോൾ 1% പോലും മഴയില്ല, മഴമേഘങ്ങളുമില്ല. ഇന്ന് കുറച്ച് മുമ്പ്, ഏതാണ്ട് ഒരു 2 മണിക്കൂർ മുമ്പ് ഒരു മഴ ഇവിടെ പെയ്തിരുന്നു. പക്ഷെ അപ്പോൾ ഒരു ആശങ്കയായി, ഈ മഴ പെയ്തു കഴിഞ്ഞാൽ വീണ്ടും റെസ്ക്യൂ ഓപ്പറേഷനെ ബാധിക്കുമോ എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും കാലാവസ്ഥ ഇപ്പോൾ പിന്തുണച്ചിട്ടുണ്ട്. പക്ഷേ ആകെ ഉള്ളത് ഇരുട്ടാണ്. അവിടെ അലസ്ക ലൈറ്റുകളും മറ്റുള്ള ലാമ്പുകളും മറ്റും ഉപയോഗിച്ച് ആ പ്രദേശത്തേക്ക് വെളിച്ചം പകർന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്നത്. പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെല്ലാം ആ സ്പോട്ടിൽ തന്നെ, നമുക്ക് ഈ കാണാവുന്ന ആ സ്പോട്ടിൻ്റെ പിന്നിലുണ്ട്. NDRFിൻ്റെ സംഘവും ഈ ടാസ്ക് ഫോഴ്സിൻ്റെ സംഘവും അതിൻ്റെ മുകളിലുണ്ട്. ഇപ്പോൾ എങ്ങനെയെങ്കിലും ഈ പാറ മുഴുവനും ഹിറ്റാച്ചിയുടെ പുറത്തുനിന്ന് നീക്കം ചെയ്ത് ആളെ വീണ്ടെടുക്കാൻ കഴിയുമോ, അതാണ് ആദ്യ പരിഗണന.
അങ്ങനെ അത് സാധിക്കുന്നില്ലെങ്കിൽ മാത്രം ഇത് താഴേക്ക് ഈ ഇരുമ്പ് റോപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഇരുമ്പ് റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് അതിൽ ബന്ധിച്ച് അതിനെ പതിയെ താഴേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ശ്രമകരമായ ഒരു ദൗത്യത്തിലേക്കായിരിക്കും രണ്ടാം ഘട്ടത്തിലേക്ക് പോവുക. അതാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നിലവിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു പ്ലാൻ. ആ പ്ലാൻ അനുസരിച്ച് അതും നടന്നില്ലെങ്കിൽ മാത്രം പ്ലാൻ സി എന്ന തരത്തിലേക്ക് താഴേക്ക് ഇടാൻ മാത്രമേ ഇവർക്ക് കഴിയുകയുള്ളൂ. ഇപ്പോൾ ഇതിൽ അജയ്, ബീഹാർ സ്വദേശിയെ അജയുടെ ബന്ധുക്കൾ, മൂത്ത ജ്യേഷ്ഠനും ഇളയ അനിയനും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഉദയും പിന്റുവും രണ്ടുപേരും ഇന്ന് എത്തിച്ചേർന്ന് അവർ വളരെ സങ്കടത്തോടു കൂടിയാണ് അവർ അലമുറയിടുന്ന ഒരു കാഴ്ച നമ്മൾ ഇന്ന് കാണുകയും ചെയ്തു. അദ്ദേഹത്തിന് ഇതിൽ ഇറ്റാച്ചിൽ കുടുങ്ങിക്കിടക്കുന്ന അജയ്ക്ക് 3 മക്കൾ ഉണ്ട്. അദ്ദേഹം 10 വർഷമായി ഈ ക്വാറിയിൽ സേവനം അനുഷ്ഠിച്ചു തുടങ്ങിയിട്ട്. ശരി രാജ്കുമാർ, നമ്മൾ മുൻപ് ശിരൂരിലൊക്കെ കണ്ട മാതൃകയിലുള്ള ഒരുപാട് ഉപകരണങ്ങൾ, പ്രത്യേകിച്ചും ഈ ലോങ് ബൂം എക്സ്കവേറ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രാജ്കുമാർ പറഞ്ഞതുപോലെ പ്രാഥമികമായി ഈ ഘട്ടത്തിൽ ഈ പാറ മുഴുവനും നീക്കം ചെയ്യാനുള്ള പ്രവൃത്തിയാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? അതെ, ഹിറ്റാച്ചിയുടെ പുറത്ത് ഇപ്പോൾ ഈ അജയ് കുടുങ്ങിയിട്ടുള്ള ഹിറ്റാച്ചിയുടെ പുറത്ത് 50 ടണ്ണോളം ഈ മുകളിലേക്കുള്ള പാറ മുഴുവനും ഇടിഞ്ഞ് ഇതിൻ്റെ മുകളിലേക്ക് വീഴുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു അതിഥി തൊഴിലാളി, അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാനായാലും നഷ്ടപ്പെട്ടു പോയി. ഈ ഹിറ്റാച്ചിക്ക് അകത്ത് ഈ പാറ മുഴുവനും വീണ് ഇത് ഏതാണ്ട് ഈ പപ്പടം പൊടിയുന്നത് പോലെ അത് പൊടിഞ്ഞ ഒരവസ്ഥയാണ്. ഇവരിന്ന് രാവിലെ ഇറങ്ങിയ 4 റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ടീം അംഗങ്ങൾ അവരിത് നോക്കിയിട്ട് ഒരു തരത്തിലും ആ പാറ നീക്കം ചെയ്യാൻ കഴിയുന്നില്ല. അത്ര ഭാരമേറിയ കല്ലുകൾ, 4 പേർ ചേർന്ന് ഒരു പാറ ഉയർത്താൻ പോലും പറ്റാത്ത വിധമുള്ള വലിയ കല്ലുകളാണ് അതിൻ്റെ മുകളിലേക്ക് പതിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് അങ്ങനെ നീക്കം ചെയ്ത് ആ സമയത്തൊരു റെസ്ക്യൂ ഓപ്പറേഷന് ഒരു സാധ്യതയും ഇല്ലായിരുന്നു. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 4 പേരുടെ ജീവൻ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഇപ്പോഴും ആ റിസ്ക് റെലവൻ്റ് അവിടെ തന്നെ നിൽക്കുന്നു. തൊട്ടടുത്തുള്ള പാറപ്പാളുകൾ മുഴുവനും ഏത് സമയത്തും അടർന്നു വീഴാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണത്. ഇതിൻ്റെ മുകളിലത്തെ പ്രതലം എന്ന് പറയുന്നത് ഈ പാറ മാത്രമല്ല, ലാറ്ററൈറ്റ് കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മൈനിങ് ആൻഡ് ജിയോളജി വിഭാഗം ഇന്ന് രാവിലെ ജില്ലാ കളക്ടറോട് പറഞ്ഞിരുന്നു. പാറ മാത്രം ഉൾപ്പെടുന്ന സ്ഥലമല്ല. അപ്പോൾ ഇത് മിശ്രിതമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു നീണ്ട വലിയ പാറ മലയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. മാത്രമല്ല, ഇവർ ഈ എക്സ്പ്ലോഷൻസിന് ഉപയോഗിക്കുന്നത് എത്ര സാന്ദ്രതയുള്ള സ്ഫോടനമാണ് എന്നുള്ളത് ഇനിയും കണ്ടെത്തിയിട്ടില്ല. അത് ഇവർ ഒരിക്കലും പറയാനും പോകുന്നില്ല. സ്വാഭാവികമായും ഇവർ ഈ അനുവദനീയത്തിലും കൂടുതലാണ് ആ എക്സ്പ്ലോഷൻ നടന്നിട്ടുള്ളതെങ്കിൽ ഈ മലയ്ക്ക് ഉള്ളിലേക്ക് ഇതിൻ്റെ വിള്ളലുകൾ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആ വിള്ളലുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് ആ പാകളിൽ നിന്ന് അപ്രതീക്ഷിതമായി പ്രതീക്ഷിക്കാത്ത തലത്തിലേക്ക് ഇതിപ്പോൾ അടർന്നു വീണതും ഈ അപകടത്തിന് കാരണവും അതാകാമെന്ന് ഈ എക്സ്പ്ലോസീവ് വിദഗ്ധർ നമ്മളോട് സൂചിപ്പിച്ചു. രാജ്കുമാർ, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരു വല്ലാതെ ഭയം ജനിപ്പിക്കുന്ന രീതിയിലാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. കാരണം ഒരു നേരിയൊരു സ്ഥലത്താണ് ആ ഹിറ്റാച്ചി കുടുങ്ങിക്കിടക്കുന്നത്. അതിൻ്റെ മുകളിൽ അതിഭയങ്കരമായ ഭാരമുള്ള ഒരു കല്ല് വീണ് കിടക്കുന്നു. ചുറ്റുവട്ടത്തും ഏത് നിമിഷവും അടർന്ന് വീഴാവുന്ന തരത്തിൽ പാറക്കല്ലുകളുടെ വലിയൊരു കൂമ്പാരം. അതിനിടയിൽ ഈ രക്ഷാപ്രവർത്തനം, ഒരുപക്ഷെ കേരളം കണ്ടതിൽ വെച്ച് സമാനതകളില്ലാത്തൊരു രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ ഞാൻ അതാണ് സൂചിപ്പിച്ചത്. ഇത് കേരളത്തിൻ്റെ ഒരു നവ്യാനുഭവം തന്നെയാണ്. നമ്മൾ പലതരത്തിലുള്ള ഈ പ്രകൃതി ദുരന്തങ്ങളെയൊക്കെ കേരളം പലപ്പോഴും നേരിട്ടിട്ടുണ്ട്, അതിജീവിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു പുതിയ അനുഭവമാണ്. ഇതൊരു അനുഭവ പാഠം കൂടിയാണ്. പലതരത്തിൽ വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഇത് വൈകുന്നു, രക്ഷാദൗത്യം ഇത്ര മണിക്കൂർ പിന്നിട്ടിട്ടും വൈകുന്നു എന്നൊക്കെ പലരും പറഞ്ഞു. പക്ഷേ അതൊരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. ആ രീതിയിൽ ഏതെങ്കിലും തരത്തിലൊരു മനഃപൂർവ്വമായ വൈകൽ അവിടെ ഉണ്ടായിട്ടുണ്ടോ? ഈ പറയുന്ന സംവിധാനങ്ങൾ അവിടെ എത്തിക്കാനുള്ള സാധാരണഗതിയിലുള്ള ഒരു സമയം മാത്രമല്ലേ സംഭവിച്ചിട്ടുള്ളൂ? സാധാരണ നിലയിലുള്ള സമയം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത് വലിയൊരു ക്രെയിൻ കൊണ്ടുവന്ന് ഇതിനെ ഉയർത്താൻ സാധിക്കുമോ എന്നുള്ളതിനെക്കുറിച്ചൊരു ആലോചന ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ക്രെയിൻ എത്തിച്ചാൽ, അത് കരുനാഗപ്പള്ളിയിൽ നിന്ന് എത്തിക്കാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അത് എത്തിച്ചാൽ ഒരുപക്ഷെ ഇതിലേക്ക് പോകാനുള്ള വഴി സൗകര്യങ്ങൾ ഇല്ലായിരുന്നു.
അപ്പോൾ അതിവിടെ കൊണ്ടുവന്നാൽ അതിനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് ഇതിൻ്റെ വീതിയും മറ്റും ഘടനകളും മനസ്സിലാക്കി എക്സ്പേർട്സിൻ്റെ നിർദ്ദേശം ജില്ലാ കളക്ടർക്ക് ലഭിച്ചു. അപ്പോഴാണ് ആ പ്ലാൻ ഉപേക്ഷിക്കാൻ തയ്യാറായതും. അതിനൊപ്പം തന്നെ സമാന്തരമായി ഇങ്ങനെ ഒരു എക്സ്കവേറ്ററിൻ്റെ കാര്യം കൂടി പറഞ്ഞതുകൊണ്ട് അത് തന്നെ അപ്പം തന്നെ ആലപ്പുഴയിൽ സ്പിൽവേയിൽ ഉപയോഗിച്ചിരുന്നതാണ്. അതും ഇവിടെ എത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ സ്പിൽവേയിൽ ഉപയോഗിച്ചിരുന്ന ഈ ലോങ് ബൂം എക്സ്കവേറ്റർ ഇവിടെ എത്തിച്ചതും ഇപ്പോൾ ഫലപ്രദമായി ഈ റെസ്ക്യൂ ഓപ്പറേഷൻ ഇത്ര വൈകിയാണെങ്കിലും നടക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കിത് പകൽ സമയത്തുള്ള ദൃശ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇതാണ്ട് 1.04 ഹെക്ടർ ഭൂമിയിലാണ് ഈ പാറമട നിൽക്കുന്നത്. നമ്മൾ നിൽക്കുന്നതിൻ്റെ നമ്മുടെ ക്യാമറമാൻ അയ്യപ്പൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴെ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 250 മീറ്റർ ഗർത്തമാണ്. ഇത്രയും വലിയ ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ നേരെ എതിർവശത്ത് എയർ ഡിസ്റ്റൻസ് നോക്കിയാൽ തന്നെ ഏതാണ്ട് 250 മീറ്റർ അകലെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ. അപ്പോൾ അത് ഇത്രയും വിസ്തൃതിയുള്ള ഒരു പാറമട, ഏത് സമയത്തും അപകടം സംഭവിക്കാവുന്ന ഒരു സ്ഥലം. അവിടെ ഇതുപോലെ അതും നേരത്തെ ഈ പറഞ്ഞതുപോലെ ഇവർ രണ്ടുപേരും ഇപ്പോൾ ഈ അപകടത്തിൽ ഇന്നലെ മരിച്ച ഒരാളും ഇപ്പോൾ ഈ പെട്ട് കൊടുക്കുന്ന അഭയയും ഇവർ ഇതിനെല്ലാം ഇപ്പോൾ ഈ ഇവിടെയെല്ലാം വഴി ഒരുക്കുന്ന ഒരു ജോലിയാണ് അവർക്കുണ്ടായിരുന്നത്. ഈ പാറയിൽ ഈ സ്ഫോടനം നടന്ന സ്ഥലങ്ങളിലെ പാറകൾ മുഴുവനും നീക്കം ചെയ്ത് ഇതിലേക്ക് വാഹനങ്ങൾ ഈസി ആയിട്ട് വരാനുള്ള വഴി ഒരുക്കുന്ന ഒരു ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെ മുകളിലേക്ക് അപ്രതീക്ഷിതമായി ഈ പാറമല ഇടിഞ്ഞ് ഇതിൻ്റെ മുകളിലേക്ക് വീണതും ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടതും ഇപ്പോൾ അഭയ് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്തു. തീർച്ചയായും ഒരുപാട് ചോദ്യങ്ങൾ ഈ അപകടം നമ്മുടെ മുൻപിൽ ഉയർത്തുന്നുണ്ട് അസിത. ഇത്തരത്തിലുള്ള പാറമടകളുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ, മറ്റു കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുള്ള ചോദ്യങ്ങളാണ് ഇതിപ്പോൾ ബാക്കി വെക്കുന്നത്.